அடிராங்கி அழகி உன்னை பார்த்த தயங்கி மயங்கி கிறங்கி இத்தனை நாள் பார்க்கலையே சரிதானா கண்ணு மூடி சாஞ்சதென்ன நீ ஜந்தானா முன்ன பின்ன ஆனதில்ல நான் தானா மூச்சுக்குள்ள நீ தொட்டதென்ன மோரதானா அடிராங்கி എടി ത്രേസ്യേ, നിനക്ക് ആ നിൽക്കുന്നതാരാന്ന് മനസ്സിലായോ? അതാ കുരിശിങ്കൽ തറവാട്ടിലെ കുര്യൻ്റെ ഭാര്യ മേരി. കുര്യനെന്ന് പറയുമ്പോൾ ഏത്? എടി, ഈ പള്ളിപ്പറമ്പിൻ്റെ ബാക്കിലുള്ള റബ്ബർ തോട്ടവും ഏലവും കുരുമുളകും എല്ലാം ഇവരുടെയാ. ഇതൊന്നും അല്ലാണ്ട് ബാഗും ജ്വല്ലറിയും ടെക്സ്റ്റൈൽസും ഒക്കെ ഉണ്ട്. എൻ്റെ പൊന്നു തമ്പുരാനെ, ആ കൊച്ചിൻ്റെ ഒരു യോഗം അല്ലാണ്ട് എന്ത്. എടി ത്രേസ്യേ, എന്നാന്നൊക്കെ പറഞ്ഞാലും കുടുംബത്തിൻ്റെ പേരും മഹിമയും കളയാൻ ഒരുത്ത മതിയല്ലോ ആ കുടുംബത്തിൽ. അതൊന്നെ അങ്ങനെ പറഞ്ഞേ? എടി, ഇവർക്ക് രണ്ടുപേർക്കും ഒറ്റ മോനാ. ആ പയ്യനാണേലോ നാട് ചുറ്റി നടക്കുക. നമ്മുടെ ഫിലിപ്പിച്ചായനില്ലയോ, ഫിലിപ്പിച്ചായൻ്റെ കടയിലാ ഇവൻ പണിക്ക് നിൽക്കുന്നത്. എൻ്റെ പൊന്നു കർത്താവേ, ഇത്രയും കടകളുടെ ഉടമസ്ഥൻ്റെ മോൻ വേറൊരു ചെറിയ കടയിൽ പണിക്ക് നിൽക്കുന്നു. ഇതൊന്നും പോരാത്തോണ്ട് ചെക്കന് ബാംഗ്ലൂരിൽ എന്തോ ചുറ്റിക്കളി ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. ആ, വലിയ കൊമ്പത്തെ വീട്ടിലേത്തേക്കാകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ ചേച്ചി? അതെങ്ങനെ ശരിയാവും ത്രേസ്യേ? നിന്റെ മോന് പിന്നെ ഈ നാട്ടില് വലിയ വിലയാണല്ലോ അല്ലേ? അത് അച്ചോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. എങ്ങനെയല്ലാന്ന്? മറ്റുള്ളവരുടെ കൊച്ചിനെ പറ്റി അപവാദം പറഞ്ഞ് പരത്തുന്നതിന് മുന്നേ സ്വന്തം വീട്ടിലെല്ലാം തികഞ്ഞതാണെന്ന് ഉറപ്പുവരുത്തണം. കേട്ടോ ത്രേസ്യേ? അതെന്നാ വർത്താനോ അച്ചോ? ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ ആ പയ്യൻ എങ്ങനെയാന്ന്. ഈ നാട്ടിൽ അവന് ഇല്ലാത്ത ചീത്തപ്പേരുണ്ടോ? പോരാത്തതിന് പോലീസ് കേസും വേറെ എന്നാ വേണമെന്ന് അച്ഛനീ പറയുന്നേ. എന്തായാലും അത്രയും അതും പതിച്ചിട്ടില്ല നമ്മുടെ വീട്ടിലുള്ള പിള്ളേർ. ദേ ആനി. അച്ചോ വേണ്ട. എൻ്റെ പൊന്നു മോളെ, ഒരു വിധത്തിലാണ് ഒഴിഞ്ഞു പോയത്. ഡബറിക്കച്ഛന് കുറച്ചു നേരം കൂടി ഇവിടെ നിന്നിരുന്നേ നമ്മുടെ കാര്യത്തിനൊരു തീരുമാനമായേനെ. അത് നീ പറഞ്ഞത് ഒരു കണക്കിന് ശരിയാ. കുര്യൻ്റെ ഒരേ ഒരു അനിയനല്ലേ. മേരി, നിനക്കെന്നാത്തിൻ്റെ കേടാ? ഞാൻ രണ്ട് വർത്താനം പറഞ്ഞേനെ അവളുമാരുടെ കൂടെ. ദിവസേന എത്ര പേരുടെ വാടയ്ക്കാൻ അയച്ചായ എന്നെക്കൊണ്ട് വയ്യ. എന്നാന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ വീട്ടിലെ കൊച്ചിനെ അല്ലയോ ഇവരീ പറയുന്നേ? പറഞ്ഞ് ശരിയാക്കാൻ നോക്കാഞ്ഞിട്ടല്ലല്ലോ അയച്ചായ. നീ ഇപ്പം എന്നതായാലും കുര്യനോട് എന്തായാലും ഇവിടെ നടന്ന കാര്യങ്ങൾ പറയണ്ട. അവന് കൂടുതൽ ദേഷ്യാവത്തേ ഉള്ളൂ. നീ വീട്ടിലേക്ക് ചെല്ല്, സമയം വൈകിയില്ലേ? ശരി ചായ, ഇറങ്ങുക. അതുവഴി പോകുവാണേൽ കയറിയിട്ടേ പോകാവൂ. എൻ്റെ പൊന്നബിച്ചായ, നിങ്ങൾ അവൾക്ക് ഇത്തിരി ശ്വാസം വിടാൻ സ്ഥലം കൊടുക്ക്. നീ പോ പെണ്ണേ, 7-8 വർഷം കഴിഞ്ഞ് കാണുന്നതാ എൻ്റെ കൊച്ചിനെ. ഇതിപ്പോൾ നിങ്ങൾക്ക് ആകെ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആയില്ലേ? ഇതാണ് പുലിക്കാട്ടിൽ ഫാം. ഇത് പുലിക്കാട്ടിലെ മൂത്ത സന്തതി എബിയും ഭാര്യ ക്ലാരയും. ഈ കുടുംബത്തിൻ്റെ മൊത്തം മേൽനോട്ടം നമ്മുടെ എബിക്കാണ്. ഇവരുടെ അപ്പച്ചനും അമ്മച്ചിയും ഒരു കാർ ആക്സിഡൻറ്റിൽ മരിച്ചതാ. അല്ലടി എൽസി, നിനക്കിവിടെ തിന്നാനൊന്നും കിട്ടുന്നില്ലേ? അതെന്നപ്പാ, പോയതിന്നും വലിഞ്ഞാണല്ലോ വന്നിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ മോൻ ആന്റണിയും ഭാര്യ മിനിയും. എന്നാ വർത്താനയച്ചായ? നിങ്ങൾ ഈ സ്ഥിരം അമ്മാവൻ ഡയലോഗ് അടിക്കല്ലേ കേട്ടോ. പറയുന്നാളെല്ലാം തികഞ്ഞു നിൽക്കുവാണല്ലോ. തന്തവൈബിന് പരിണാമം സംഭവിച്ച സാധന. ദേ സേറെ, നീ രാവിലെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങരുത് കേട്ടോ. ഇത് മൂന്നാമത്തെ മോൻ ജൊഹാനും ഭാര്യ സേറയും. എൻ്റെ പൊന്നു പിള്ളേരെ ഒന്ന് നിർത്ത്. വന്ന് കയറിയപ്പോഴേ എൻ്റെ ചെവി തിന്നാതെ.
കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. ഈ 3 ഗടാഗടിയന്മാരായ ഏട്ടന്മാരുടെ ഒരേ ഒരു പെങ്ങളാണ് ഈ നിൽക്കുന്ന എൽസ പ്രിൻസി പുളിക്കാട്ടിൽ. ഇവർ ഫാമിലിയായി മൊത്തത്തിൽ ഡോക്ടേഴ്സാണ്. ഇപ്പോൾ പഠിപ്പ് കഴിഞ്ഞ് അമേരിക്കയിൽ നിന്ന് വന്നതാണ് നമ്മുടെ എൽസി. ഇവരുടെ അപ്പൻ്റെ അമ്മച്ചിയുടെയും ഒരേ ഒരു ആഗ്രഹമായിരുന്നു 4 മക്കളെയും ഡോക്ടറാക്കണം എന്നുള്ളത്. അതെന്തായാലും ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. പുളിക്കാട്ടിലുകാർക്ക് സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ ഈ നാട്ടിൽ തന്നെയുണ്ട്. അല്ലാതെ 2-3 സ്റ്റേറ്റും വേറെ പല ബിസിനസ്സുമായി പുലിക്കാട്ടിൽ ഫാം മുന്നോട്ട് പോകുന്നു. മോളെ എൽസി, നീ മേലേക്ക് നിന്ന് റെസ്റ്റ് എടുക്കാൻ നോക്ക്. ഇവരുടെ എല്ലാത്തിൻ്റെയും വർത്താനം കേട്ട് നിന്ന് നീ ഇവിടെ നിൽക്കത്തേ ഉള്ളൂ. ഊവേ, നമ്മളായിട്ട് ഇനി ഒരു ഡിസ്റ്റർബൻസ് ആവുന്നില്ല. മോളെ നീ ചെല്ല്. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുക വെച്ചായ ഒരു മീറ്റിംഗ് ഉണ്ട്. ഫിലിപ്പിച്ചായ, ഡെന്നി എന്തിയേ? എന്നതാടാ ഊവേ, അവനകത്ത്. നിങ്ങൾ ഇച്ചായനെ വിളിക്ക്, അല്ലാതെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവുകയല്ല. ഡെന്നിയേ. എന്നാത്തിനാ ഫിലിപ്പിച്ചായ ഇങ്ങനെ വിളിച്ചു പോകുന്നേ? ഇച്ചായ, ജഗനെ ആ സണ്ണി എടുത്തിട്ട് കുടയുവാ ജംഗ്ഷനിൽ. എൻ്റെ പൊന്നു കർത്താവേ, ഇവന് കഴിഞ്ഞ മാസം കിട്ടിയത് പോരാഞ്ഞിട്ടാണോ? ഫിലിപ്പിച്ചായ, നിങ്ങൾ ആ വണ്ടിയുടെ പവർ നോക്കിയരേ, ഞാനിത് തീർത്തേച്ചും വരാം. എൻ്റെ പൊന്നു കർത്താവേ, നീ ആ സണ്ണിക്ക് 2 കാലം നടന്നു പോകാനുള്ള ഭാഗ്യം കൊടുത്തേക്കണേ. പന്ന മോനെ സണ്ണി, നിന്നോട് പലതവണയായിട്ട് പറഞ്ഞിട്ടുള്ളതാ, എന്തേലും കലിപ്പണ്ടേൽ അത് നേർക്ക് നേർ എൻ്റെ കൂടെ ആവണമെന്ന്. ഇവനായിട്ട് വന്ന് മുന്നേ ചാടി തരുമ്പോൾ വിട്ടുകളാൻ തോന്നിയില്ല. ദേ കണ്ടടാ ഡെന്നി, ഇപ്പോഴും അവൻ്റെ ചോരത്തുളപ്പ് തീർന്നിട്ടില്ല. അതങ്ങനെയാടാ ജഗ്ഗുവേ, നീ ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലായോ? പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും അത് വളഞ്ഞേയിരിക്കും. അപ്പം നമ്മളെന്നാ ചെയ്യണം? ഡാ ഡെന്നി, വേണ്ടടാ, വിട്ടേക്ക്. ഡാ സണ്ണി, നിന്നെ പലതവണയായി ഡെന്നി ക്ഷമിച്ചതാ. നീ ഈ ഡെന്നിയുടെ മേലെയാണ് കൈവച്ചിരുന്നേൽ നിന്നെ ഞാൻ പുഷ്പം പോലെ വെറുതെ വിട്ടേനെ. നീ വേദനിപ്പിച്ച ആള് ഈ ഡെന്നിക്ക് ഒരുപാട് പ്രിയപ്പെട്ടതാ. അതുകൊണ്ട് നീ ഉപദ്രവിച്ച ഈ കൈ നിനക്കിനി വേണ്ട. ഡെന്നി, എന്നാ കോപ്പ് കാണാനാ എല്ലാം കൂടി ചുറ്റിക്കൂടെ നിൽക്കുന്നേ? പോയി വല്ല പണി നോക്കാൻ നോക്ക്. ഡാ ഡെന്നി, ഇവിടെ നിന്ന് വന്നേ നീ. മേത്തുനിന്ന് കൈയെടുക്കടാ കോപ്പേ. ഇതിപ്പോൾ ഞാനായല്ല കുറ്റക്കാരൻ. ഇനി നിങ്ങൾക്ക് നമ്മുടെ കഥയിലെ മെയിൻ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് ജഗന്നാഥ ശ്രീകൃഷ്ണ രാമയ്യർ. എല്ലാവരും ജഗനെന്ന് വിളിക്കും. പക്ഷേ നമ്മുടെ ഡെന്നി, അവൻ മാത്രം ഇവനെ ജഗ്ഗു എന്ന് വിളിക്കുന്നത്. കുട്ടിക്കാലം മുതൽ 2 പേരും ഒരുമിച്ച, സുഖത്തിലും ദുഃഖത്തിലും. ജഗനെ വേദനിപ്പിച്ച ഡെന്നിക്കും ഡെന്നിയെ വേദനിപ്പിച്ച ജഗനും നല്ലോണം പൊള്ളും. ഇനി ജഗനെ പറ്റി പറഞ്ഞുതരാം. വീട്ടുകാരുടെ ഒരേ നിർബന്ധപ്രകാരം PSC പഠിക്കുന്നു എന്ന് പറഞ്ഞ് നാട് ചുറ്റി നടക്കുന്നു. ഡെന്നിയുടെ കർശനമായ വിരട്ടലിൽ ഇടയ്ക്കൊക്കെ ക്ലാസ് പോയി അറ്റൻഡ് ചെയ്യാറുണ്ട്. ഇനി ഡെന്നി, നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഫിലിപ്പിച്ചായൻ്റെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുക. ആളൊരു മെക്കാനിക്കാണ്. ദേഷ്യം അങ്ങ് ഉച്ചസ്ഥായിലായതുകൊണ്ട് അധികം കൂട്ടുകാരൊന്നുമില്ല. ആകെയുള്ളത് നമ്മുടെ ജഗ്ഗു തന്നെയാണ്. കുരിശിങ്കൽ തറവാട്ടിലെ ഒരേ ഒരു സന്തതി ഡെന്നിസ് കുരിശിങ്കൽ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എൻ്റെ സ്വന്തം കുട്ടികളെ, കിടാങ്ങളെ, ഈ പഞ്ചായത്ത് പ്രസിഡന്റ് രതീഷ് ഈ നാട്ടിലുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഒന്നിൻ്റെ ബുദ്ധിമുട്ടും ഈ രതീഷ് അറിയിക്കത്തില്ല. ഒരു സഹോദരനെ പോലെ അല്ലെങ്കിൽ ഒരു മകനെ പോലെ നിങ്ങളുടെ ഓരോരുത്തരുടെ വീട്ടിലും ഞാനൊരു അംഗമാണ്. ഇന്നിവിടെ ഈ പരിപാടിക്ക് പങ്കെടുത്ത എൻ്റെ ഓരോ പ്രിയപ്പെട്ടവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുന്നു. കുഞ്ഞിക്ക, ക്ഷീണിച്ചു, കടുപ്പം കൂട്ടി ഒരു ചായ. നീ ഇരിക്കടാ, ഇപ്പം എടുക്കാം. അല്ല കുഞ്ഞിക്ക, രതീഷിനിപ്പോൾ പണ്ടത്തെ ഒരു മൊരുപ്പില്ലല്ലോ. അതെങ്ങനെ കാണാനാണ് ഡെന്നിയെ? വയസ്സായി വരുമല്ലേ. ഡാ, നിനക്കൊക്കെ രണ്ടിനും എന്നാത്തിന്റെ കേടാടാ. ഷെടാ, ഒരു രതീഷിനെ പറഞ്ഞപ്പോൾ വേറൊരു രതീഷിന് കൊള്ളിയോ? ഹേ രതീഷ് ബ്രോ, കൂൾ ഡൗൺ. ഞങ്ങൾ ഈ പഴംപൊരിയുടെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ ഏതാണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് കത്തിയില്ല.
ബുദ്ധിയും വിവരമില്ലാത്തവരൊക്കെ പിടിച്ച് വേണ്ടാത്ത സ്ഥാനത്തിരുത്തിയ ഇങ്ങനെയൊക്കെ തന്നെയാ. എന്നാൽ രതീഷിന് ചായ കുടിക്ക്, ഞങ്ങൾക്ക് പോയേ ചിത്തിരി പണിയുണ്ട്. ഈ ഒരിക്കലും നടക്കില്ല എന്ന് ഉറപ്പുള്ള കാര്യം നടക്കുമെന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിച്ച് കുറേ ക്ഷീണിച്ചതല്ലേ. കുടിക്ക്, നല്ലോണം ഒരു ചായ കുടിക്ക്. എടാ ഡെന്നി, അതയാൾക്ക് നല്ല കൊണ്ടുവന്നാ തോന്നണേ. കൊള്ളണമല്ലോ, അതിനാണല്ലോ കൊടുത്തത്. വേണ്ടത് വേണ്ട സമയത്ത് കറക്റ്റായിട്ട് കൊടുക്കണം. ദപ്പിടി. അപ്പോൾ ഇതിൻ്റെ സന്തോഷത്തിന് ഇന്ന് 2 എണ്ണം എക്സ്ട്രാ. എൻ്റെ പൊന്നു ചാച്ചാ, നിങ്ങളിങ്ങനെ ദേഷ്യപ്പെടാതെ, അതവിടെ കഴിഞ്ഞില്ലേ, വിട്. എങ്ങനെ വിടണമെന്നാടാ നീ പറയുന്നത്? അത്രയും ആൾക്കാരുടെ മുന്നിൽ നാളം കെട്ടത് ഞാനാ. എന്നാൽ നിങ്ങൾക്ക് വല്ലതും തിരിച്ചു പറഞ്ഞാൽ പോരായിരുന്നു? ആ, ചാച്ചനും ആമക്കളും കൂടി എന്നതാണ് ഈ അന്താരാഷ്ട്ര കാര്യം ചർച്ച ചെയ്യുന്നത്? എടീ, നിനക്ക് ആ കുരിശിങ്കലിലെ ഡെന്നി അറിയാമല്ലേ? നിങ്ങൾ പണ്ട് ഒരുമിച്ചൊക്കെയാ കളിച്ചു വളർന്നത്. ഏത് ഡെന്നി? എനിക്കെങ്ങും അറിയത്തില്ല ചായ. അയാൾക്കെന്താ? എടി എൽസി, സംഭവമൊന്നുമില്ലടി. അവൻ നമ്മുടെ ചാച്ചനുമായിട്ട് ഇന്ന് ചായക്കടയിൽ വെച്ചൊന്ന് ഉടക്കി. അയ്യോ, എന്നിട്ട് ചാച്ചനൊന്നും തിരിച്ചു പറഞ്ഞില്ലായോ? ഒന്നുമില്ലല്ലോ, നല്ലൊരു ഇടി വെച്ചു കൊടുക്കാത്തെന്താ? എടി മോളെ, അവന് ഞാൻ നല്ലൊരെണ്ണം എന്തായാലും കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കുടുംബത്തിൻ്റെ പേരും മഹിമയും കളഞ്ഞ് ആ നടുറോട്ടി കിടന്ന് അടികൂടാൻ പറ്റുമോ? ആ പറഞ്ഞതിലൊരു കാര്യമുണ്ട് ചാച്ച. പൂട്ടുന്നുണ്ടെ ഒരു അസല് ലോക്ക് തന്നെ അവനെ ഞാൻ ഇട്ടിരിക്കും. അതെന്നാലും ആവട്ടെ ചാച്ച, നിങ്ങൾ ആ ടോപ്പിക്ക് വിട്. അത് വിട്. നീ അവിടുത്തെ വിശേഷങ്ങൾ പറ, എന്നാ ഉണ്ട്? ഡാ ജഗ്ഗു, നിനക്ക് കപ്പാസിറ്റി ഇല്ലല്ലോ ഈ പണിക്ക് പോകരുത്. 2 ക്ലാസ് അകത്ത് പോകുന്നതിന് മുന്നേ അവന് കുഴഞ്ഞു തുടങ്ങും. നോ, ഐ ആം സ്ട്രിക്റ്റ്, വെരി വെരി സ്ട്രിക്റ്റ്. കോപ്പാന്നു. ഡാ ഡെന്നി, ഇന്ന് ആ പന്ന സണ്ണി എന്നെ എടുത്തിട്ട് അലക്കിയപ്പോൾ അതെന്നാത്തിനാന്ന് പോലും നീ ചോദിക്കാതെ നീ അവൻ്റെ കൈ ഒടിച്ച് കളഞ്ഞില്ലേടാ പന്നി. നോക്കണ്ട, നീ എന്നെ നോക്കണ്ട. ഡാ ഡെന്നി, നീ ഈ ജഗ്ഗുവിൻ്റെ ഓക്സിജനാടാ. ഡാ ചെറുക്ക, നീ നിർത്തിക്ക. നോ വൺ ക്യാൻ സ്റ്റോപ്പ് മീ ഫ്രം ദിസ് കൺട്രി. ഈ ഡെന്നി, നീ ഹാർട്ടിലെ ബീറ്റാടാ, ഈ ലങ്സിലെ ഓക്സിജനാടാ, എൻ്റെ ലഡൂലെ ഉണക്കമുന്തിരിയാടാ നീ. ജഗ്ഗു, നീ ഇപ്പോഴേ ഓവറ. നീ ആ കുപ്പിങ്ങമ്മേ. നീ ചോദിച്ച ഞാൻ തരും. എന്ത് തരും? നീ പറ. നിനക്ക് എൻ്റെ ജീവൻ വേണോ? എടുത്തോ. പക്ഷെ ഉണ്ടല്ല, ഞാൻ ഇന്നലെ നിൻ്റെ അടിച്ചു മാറ്റി ആ ഷഡി, അത് മാത്രം നീ ചോദിക്കരുത്. ചെറ്റ, അതും എടുത്ത്. മേരി, നീ ഇത് ആരക്കാതെ നിൽക്കുക പടിവാതില്? ഡോറടയ്ക്കാൻ നോക്ക്. അല്ലിച്ചായ, ഡെന്നി അവൻ ഇതുവരെയായിട്ട് വന്നില്ല. ഒന്ന് തിരക്കും എവിടെയാന്ന്. എന്നാത്തിന് തിരക്കണമെന്നോ? 10-12 വയസ്സുള്ള കുഞ്ഞു കൊച്ചൊന്നും അല്ലല്ലോ. ഏതെങ്കിലും റോഡ് സൈഡിൽ ബോധമില്ലാണ്ട് കിടപ്പുണ്ടായിരിക്കും. ഇച്ചായ, എന്നതൊക്കെയാ വിളിച്ച് പറയുന്ന? അവൻ നമ്മുടെ മോനാ. പിന്നെ മോൻ, കുടുംബത്തിൻ്റെ പേരും അന്തസ്സും കളയാൻ വേണ്ടി ഉണ്ടായവൻ. പറ മേരി, നീ അവൻ്റെ എന്തെങ്കിലും ഇഷ്ടത്തിന് നമ്മൾ 2 പേരിൽ ആരെങ്കിലും ഒരാൾ എതിരായിട്ട് നിന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്താത്തിനാ അവൻ ഈ കാണിച്ചു കൂട്ടുന്നത് ഇങ്ങനെയൊക്കെ? ഇച്ചായ, നീ ഡോറടിച്ച് വന്ന് കിടക്കുമേരി. അവൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ തമ്മിൽ പ്രശ്നമാവത്തേ ഉള്ളൂ. ഫിലിപ്പേ. ഇതാര് മേരിയച്ചോ? എന്നതാ? ഡെന്നി എന്തിയടാ? അവനൊരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഗോഡൗണിലേക്ക് പോയേക്കുവാച്ചി. എന്നതാന്ന് വെച്ചാലും ശരി, 10 മണിക്കുള്ളിൽ അവനോട് പള്ളിയിൽ വന്നേക്കാൻ പറഞ്ഞേക്കണം. മേരിയച്ചി, ഞാൻ പറഞ്ഞ അവൻ കേൾക്കുകയല്ല. നീ ഞാൻ വന്നിരുന്നു എന്ന് പറ. അവൻ ആ പള്ളിമുറ്റത്ത് വരുന്നത് വരെ ഞാൻ അവിടെ ഇരിക്കുമെന്നും പറഞ്ഞേക്ക്. എൻ്റെ പൊന്നു കർത്താവേ, ഈ അമ്മച്ചിയുടെ മോൻ്റെ ഇടയ്ക്ക് കിടന്ന് ഞാൻ കിടന്ന് പെടുവാണല്ലോ. അമ്മച്ചി, നിങ്ങൾക്കിത് എന്നാത്തിൻ്റെ കേടാ? അല്ലാതെ വിളിച്ചാൽ നീ വരുവല്ലാന്ന് എനിക്കറിയാം, അതുകൊണ്ടാ. 2 കൂടി പള്ളി നടയിൽ കിടന്ന് അടികൂടാതെ പ്രാർത്ഥിക്കാൻ പോ പിള്ളാരെ. 2 കൂടി ചങ്കും കരളുമായിട്ട് നടക്കുന്നുണ്ടല്ലോ. നിനക്കല്ലേ അവനൊന്ന് നന്നാക്കി എടുക്കണമെന്നില്ലേ ജഗ്ഗു? അയ്യോ അമ്മച്ചി, ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല. അവനൊരു ഒന്നും വേണ്ടടാ. നിനക്കവനെ ആഴ്ചയിൽ 1 ഞായറാഴ്ച, പോട്ടെ മാസത്തിൽ 1 ഞായറാഴ്ചയെങ്കിലും പള്ളിയിലേക്ക് കൊണ്ടുവന്നൂടെ? നിൻ്റെയൊക്കെ കൂടെ പഠിച്ച നാൻസിയുടെയും ബിന്നിയുടെയൊക്കെ മക്കൾ എല്ലാ ഞായറാഴ്ചയും ആ പള്ളിയിൽ വന്നിട്ട് പോകുന്നേ. അവന്മാർക്ക് വേറെ പണിയില്ലെന്ന് വെച്ചു. ഡെന്നി, നിന്ന് പെറുപെറുക്കരുത് കേട്ടോ. നീ പോയി ചാച്ചനെ കണ്ടിട്ട് വാ, ചെല്ല്. അമ്മച്ചി, പള്ളി വരാൻ പറഞ്ഞു വന്നു. ഇനി എന്നെ കൊണ്ടൊന്നും മേല. മര്യാദയ്ക്ക് പോയി കണ്ടേച്ചും വരാൻ നോക്കൂ. ജഗ്ഗു, നീ എന്നോട് ഒന്ന് വന്നേ.
ഓക്കെ മമ്മേ. എബിച്ച, ഞാൻ അച്ഛനൊന്ന് കണ്ടച്ചും വരാം. ആടി നീ പോയിട്ട് വാ. എൽസി വേഗം വന്നേക്കനടി, നമ്മൾ പുറത്തുണ്ടാവും. ആ ചേച്ചി ഒരു 10 മിനിറ്റ്. മിസ്റ്റർ ഡെന്നിസ് കുരിശിങ്കൽ ഒന്ന് നിൽക്കണം. ഓ ഇതാര്? പുളിക്കാട്ടിലെ ഇളയ സന്തതിയോ? അല്ല, നിന്റെ കൂടെ ഈ വാല് പോലെ ഒരു 3-4 കാണുമല്ലോ. എന്നാ പറ്റി? കാണാനില്ലല്ലോ. ഡെന്നി, എൻ്റെ ഇച്ചായന്മാർ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞ നീ എന്നാ ചെയ്യൂടി കോപ്പേ? യോ, പുളിക്കാട്ടിലെ നല്ല അസൽ പുലിക്കുട്ടി ഇല്ലയോ? ഡെന്നിസ് നീ പിടിവിട്ടെ. എടി കൊച്ചു തമ്പുരാട്ടി, ഇപ്പം നിന്റെ കയ്യെ പിടിച്ചിരിക്കുന്നത് നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല. എൻ്റെ മേത്തെ കൈ പതിഞ്ഞു കഴിഞ്ഞാൽ പെണ്ണാന്ന് നോക്കുകയല്ല ഈ ഡെന്നിസ്. അതുകൊണ്ട് തൽക്കാലം എൽസ പ്രിൻസ് ഈ പുളിക്കാട്ടിൽ ചെല്ലാൻ നോക്ക്. നിനക്ക് എൽസി ആരാണെന്ന് ശരിക്കും അറിയില്ല ഡെന്നിസ്. നിന്റെ കൂടെ നടക്കുന്ന നിന്റെ ഈ ഏട്ടന്മാരെ കാട്ടി എന്തായാലും ഡെന്നിസിന് ഒരുപടി മേലെ അറിയാം എൽസി എന്താന്ന്. ഈ ഡെന്നിസ് കണ്ടതും അറിയാത്തതുമായ എൽസിയിൽ ഇനി ഒന്നുമില്ല, ഒന്നും. അതുകൊണ്ട് പൊന്നുമോള് കൂടുതൽ പുരാണങ്ങൾ വെച്ച് വിളമ്പാതെ പോവാൻ നോക്ക്. ഇതിപ്പോൾ എത്ര നേരം അയച്ചായ? ഞാനൊന്ന് പോയി അവളെ നോക്കിയിട്ട് വരാം. എൻ്റെ പൊന്നിച്ചായ അവൾ കുഞ്ഞു കൊച്ചൊന്നും അല്ലല്ലോ, അവൾ വരുമെന്നല്ലേ പറഞ്ഞേ. നിങ്ങളിവിടെ നിൽക്ക്, ഞാനും ബേബി എന്തായാലും പോയി നോക്കിയിട്ട് വരാം. പെങ്ങളൊരു 10 മിനിറ്റ് കൂടുതൽ കണ്ടില്ലല്ലേ, ഈ ചായന്മാരുടെ നെഞ്ചത്ത് തീയാണല്ലോ കർത്താവേ. എൽസി നീ വഴിയെന്ന് മാറിക്കുക, ചുമ്മാ എന്നെ ദേഷ്യം പിടിപ്പിക്കാറുണ്ട്. ഇല്ല, മാറത്തില്ല. നീ എന്നാ ചെയ്യും? ഡാ, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കൊച്ചിനെ. ഇച്ചായ പ്ലീസ് വേണ്ട, എനിക്കൊരു കുഴപ്പമില്ല. എബി വേണ്ട, നീ കൊച്ചിനെ എടുക്ക്. ഡാഡന്നി, നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല, ഇതൊരു പള്ളിപ്പറമ്പായിപ്പോയി. നീയൊരു താന്തോന്നിയാന്ന് എനിക്ക് നല്ലോണം അറിയാം, ഈ നാടറിയുന്ന താന്തോന്നി. പക്ഷേ നിൻ്റെ ഈ കഴുകൻ കണ്ണുകൾ എൻ്റെ കൊച്ചിൻ്റെ മേലെ വേണ്ട. നിൻ്റെ നിഴൽവട്ടം പോലും എൻ്റെ കൊച്ചിൻ്റെ മേലെ വന്ന് പതിയാൻ പാടില്ല. മനസ്സിലായോ നിനക്ക്? നിൻ്റെ അപ്പം കുര്യനോട് എനിക്കൊരു ബഹുമാനമുണ്ട്. അതിൻ്റെ ഒരൊറ്റ പേരിലാണ് നിൻ്റെ മേത്തിപ്പം കൈവെക്കാതെ വിടുന്നത്. മനസ്സിലായടാ? ഡെന്നി, ഡെന്നി നീ കഥ തുറന്നേ, എന്നതാ നീ അകത്ത് ചെയ്യുന്നേ? അമ്മച്ചി പ്ലീസ്, എനിക്ക് കുറച്ച് മനസ്സമാധാനം താങ്ങിയെങ്കിലും. ഡെന്നി ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് നിന്റെ ഈ ദേഷ്യം ഒന്ന് മാറ്റും. നിന്റെ മൂക്കിൻ്റെ തുമ്പത്താവും നിനക്ക് ഈ ദേഷ്യം. മതി ചേച്ചി ചൂട് പിടിച്ചേ, ഇനി വെച്ച പൊള്ളിപ്പോവും. നോക്കടി, മൊത്തം ചുവന്ന് കിടക്കുക. ഈ പെണ്ണൊട്ട് വെക്കാനും സമ്മതിക്കുന്നില്ല. ദേ സേറേച്ചി മതി, നിങ്ങൾ പോയി കിടന്നേ. നിങ്ങൾ വന്നേ, അവൾ കിടന്ന് ഉറങ്ങട്ടെ. ഉറങ്ങിയാൽ തീരാവുന്നതേ ഉള്ളൂ. എന്തേലും ഉണ്ടെങ്കിലും നീ വിളിച്ചാൽ മതി മോളെ, നിങ്ങളപ്പുറത്തുണ്ട്. ഓ ശരി, ഗുഡ് നൈറ്റ്. എൻ്റെ പൊന്ന് കർത്താവേ, മിന്നിച്ചേക്കണേ. പ്രതീക്ഷ തെറ്റില്ല, ദേ ഇരിക്കുന്നു. മിസ്റ്റർ ഡെന്നി, എനിക്ക് നിങ്ങളുടെ ഈ ലോജിക്ക് മനസ്സിലാവുന്നില്ല. ഈ ദേഷ്യം വന്നാലും സങ്കടം വന്നാലും ഈ പാറപ്പുറത്ത് മേലെ കയറിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത്? എൽസി, എനിക്ക് ഇവിടെയെങ്കിലും കുറച്ച് സമാധാനം താ നീ. ആ, ഞാൻ പോയിട്ടുള്ള സമാധാനമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് നിനക്ക് ഒരിക്കലും കിട്ടാൻ പോണില്ല. എൽസി, നിൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ പ്രശ്നം അത് നീയാ ഡെന്നി. ഞാനോ? നീയായിട്ടല്ലടി കോപ്പയെല്ലാം നിർത്തിയത്. അങ്ങനെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ ഇല്ലാതാവുന്നതാണോ ഡെന്നി ഞാനും നീയും തമ്മിലുള്ള ബന്ധം? നിന്നെ പോലെ മറ്റുള്ളവരുടെ മുന്നിൽ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എൽസി. ഡെന്നി, എൽസി, നീ ഇവിടെ നിൽക്കാണ്ട് വീട്ടിൽ പോകാൻ നോക്ക്. ഈ എൽസി മനസ്സിലൊരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്, അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകൂ. ഡെന്നി പ്ലീസ്, ഐ എം സോറി. എനിക്ക് അന്ന് അങ്ങനെ പ്രതികരിക്കാനാ തോന്നിയത്. എന്താ പ്ലീസ്, ഐ എം സോറി.
ഐ ലവ് യു ഡെന്നി. എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല ഡെന്നി. ഐ എം സോറി 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 സോറി. പ്ലീസ് ഡാ. ശരി, നീ ഇവിടെ ഒന്ന് പോകാൻ നോക്കും. എൽസി, നല്ല വേദനിച്ചോടി. അല്ല പപ്പേ, വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. പപ്പയും മമ്മയും ഇപ്പോൾ എങ്ങനെയാ സെറ്റായേ? അത് അപ്പം നമുക്ക് കുറച്ചധികം വർഷം പിറകിലോട്ട് പോകണം.